നിങ്ങളിങ്ങനെ ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ആങ്സൈറ്റിയും ആകാംക്ഷയും ഇതൊക്കെ ആയിട്ട് ഉറക്കമില്ലാതെ ഇങ്ങനെ രാത്രികൾ കഴിച്ചു കൂട്ടുന്ന ഒരു വ്യക്തിയാണോ? നല്ല ശാന്തമായിട്ടുള്ള മനസ്സോടുകൂടി രാത്രിയിലൊക്കെ സുഖമായിട്ട് ഗാഠനിദ്രയിൽ മുഴുകാനായിട്ട് താല്പര്യമുള്ള വ്യക്തിയാണെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന ആയുർവേദ രഹസ്യങ്ങൾ, ആയുർവേദ ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് ഇന്നീ പറയുന്ന സംഗതികളെല്ലാം തന്നെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതായിരിക്കും. അതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് തയ്യാറാവുകയാണെങ്കിൽ നല്ല ശാന്തമായ മനസ്സ് കിട്ടുന്നതിന്, അതുപോലെ സുഖമായിട്ട് ഉറങ്ങുന്നതിന് സഹായകരമായിട്ടുള്ള ചില ലൈഫ് സ്റ്റൈൽ ടിപ്സ്, ജീവിതശൈലികൾ വരുത്തേണ്ടതായ ചില മാറ്റങ്ങൾ, ഭക്ഷണ രീതികൾ ശ്രദ്ധിക്കേണ്ടതായ ചില സംഗതികൾ, ചില യോഗാസന മുറകൾ, അതുപോലെ തന്നെ ചില ഹോം റെമഡീസും കൂടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനൊക്കെയായിട്ട് പ്രയോഗിച്ചു വരുന്ന ചില ഔഷധ ദ്രവ്യങ്ങൾ നിങ്ങൾക്ക് പരിചിതമാണല്ലോ. അതായത് അമുക്കുരവും ജടാമാഞ്ചിയും അതുപോലെ തന്നെ ബ്രഹ്മിയും ഒക്കെ ഈ മനസ്സിന് ശാന്തത കിട്ടുന്നതിന്, നിങ്ങളുടെ സ്ട്രെസ്സും ടെൻഷനും ആങ്സൈറ്റിയും ഒക്കെ കുറച്ചു കൊണ്ടുവരുന്നതിന്, അതുപോലെ സുഖനിദ്ര കിട്ടുന്നതിന് സഹായകരമായ ഔഷധങ്ങൾ തയ്യാറാക്കാനായിട്ട് ഉപയോഗിച്ചു വരുന്ന ചില ഔഷധ ദ്രവ്യങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. ഒരു ആയുർവേദ കാഴ്ചപ്പാടനുസരിച്ച് നമ്മുടെ മാനസികാവസ്ഥ, നമ്മുടെ മനസ്സിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് സഹായകരമായത് ആയുർവേദ രീതിയിൽ പറയുമ്പോൾ നമ്മുടെ മനസ്സിന്റെ 3 ഗുണങ്ങളാണ്, ത്രിഗുണങ്ങൾ. അതായത് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഇത് മൂന്നും ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റിലാണെങ്കിൽ നമുക്ക് ആരോഗ്യപൂർണമായ ഒരു മാനസിക നില തുടരുന്നതിനും അതുവഴി നല്ല സുഖനിദ്ര ലഭിക്കുന്നതിനും നല്ല ശാന്തതയോടുകൂടെ സമാധാനത്തോടുകൂടെ ജീവിക്കുന്നതിനും സഹായകരമാവുന്നതാണ്. ഇതിൽ ഈ സത്വഗുണം കൂടുതലായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ശാന്തതയും സമാധാനവും ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറും സ്ട്രെയിറ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് ചിന്തിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഒക്കെ കഴിയുന്നതാണ് ഈ സത്വഗുണം. ഇത് കൂടുതലായിട്ടുള്ളവരുടെ പ്രവർത്തികളിലൂടെ, വാക്കുകളിലൂടെ, അവരുടെ രീതികളിലൂടെ നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. നമ്മുടെ ഈ സ്ട്രെസ്സും ടെൻഷനും ആങ്സൈറ്റിയും കുശുമ്പും കുരുഷ്ടവും കുന്നായ്മയും ദേഷ്യവും സങ്കടവും ഇത്തരം നെഗറ്റീവ് എനർജികൾ നിങ്ങളെ കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ രജോ ഗുണം നിങ്ങളിൽ കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അർത്ഥം. ഇതാണ് രാജസീക ഗുണം. ഇത് വർദ്ധിക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ കൂടുതലായിട്ട് വരുന്നത്. ഇനി തമോ ഗുണത്തിന്റെ പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ, അതായത് നമുക്ക് എപ്പോഴും ഒരു ടയർഡ്നെസ്, ക്ഷീണം, തളർച്ച, ആലസ്യം, മന്ദത, എപ്പോഴും കിടന്നുറങ്ങാനായിട്ട് തോന്നുക, ഒരിടത്ത് അവിടെ എപ്പോഴോ ഇരിക്കാനോ കിടക്കാനോ ആലസ്യവും മടിയും ഒക്കെ തോന്നുന്നു. അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഗ്രഹിക്കുന്നതിനുള്ള കഴിവ് കുറവ്, എപ്പോഴും ഒരു സംശയവും കൺഫ്യൂഷനും ഒക്കെ ഉണ്ടാകുന്നു. ഇതൊക്കെ നമ്മുടെ മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന തമോ ഗുണത്തിന്റെ ഫലമായിട്ടാണ്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും നമ്മുടെ മനസ്സില്, നമ്മളില് ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റിൽ ഉണ്ടാകേണ്ടതാണ്. ഇത് 3 ഗുണവും എല്ലാവരിലും ഉണ്ട്. ഇതിൽ ഏത് ഗുണമാണ് നമ്മളിൽ ഉള്ളത്, ഏത് ഗുണം വളർത്താനാണ് നമ്മൾ പരിശ്രമിക്കുന്നത്, അതിനനുസരിച്ചിരിക്കും നമ്മുടെ ജീവിത സാഹചര്യങ്ങളും നമ്മുടെ മനോനിലയും. ശരീരത്തിന്റെ 3 ദോഷങ്ങളാണ് വാതപിത്ത കഫങ്ങൾ എന്ന് നിങ്ങൾക്കറിയാം. അതേപോലെ മനസ്സിന്റെ 3 ഗുണങ്ങളാണ് സത്വരജ തമോ ഗുണങ്ങൾ. സംഗതി മനസ്സിലായിട്ടുണ്ടാവല്ലോ. ഈ മാനസിക സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്നത് ശരിയാണ്, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ സ്ട്രെസ്സും ടെൻഷനും ആകാംക്ഷയും ഒക്കെ ഇതിനെ ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതിയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലും, നമ്മുടെ ചില ഭക്ഷണ രീതികളും, തെറ്റായ ജീവിത രീതികൾ തീർച്ചയായിട്ടും ഇതിനെ ബാധിക്കുന്നുണ്ട്. അടിസ്ഥാന ആയുർവേദ ഗ്രന്ഥങ്ങളിൽ നമ്മുടെ ഹെൽത്ത് കാത്തു സൂക്ഷിക്കുന്നതിനുള്ള 3 പില്ലേഴ്സ്, അതായത് ത്രയോപസ്തംഭങ്ങൾ, ആഹാരവും നിദ്രയും ബ്രഹ്മചര്യയും. അതായത് ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ, നിദ്ര എന്ന് പറഞ്ഞാൽ സുഖമായിട്ടുള്ള ഉറക്കം, ബ്രഹ്മചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യവും നമ്മുടെ എനർജിയും ഒക്കെ നിലനിർത്തുന്നതിന് നമ്മൾ ശീലിച്ചു പോകേണ്ടതായ ചര്യകളും ചിട്ടകളും എന്ന് വേണമെങ്കിൽ ചുരുക്കി പറയാം. സുഖമായിട്ട് സമാധാനമായിട്ട് ശാന്തമായിട്ട് നന്നായിട്ട് കിടന്ന് ഉറങ്ങാൻ സാധിച്ചു കഴിഞ്ഞാലേ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുപോലെ നമ്മുടെ ഹോർമോണൽ ബാലൻസ് കൈവരിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നല്ല മെമ്മറി പവറും നല്ല എനർജിയും ഉണർവും ഉന്മേഷവും ഇതെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നതായിരിക്കും. ഇതിന് ശരിയായ ഉറക്കം വളരെയധികം അത്യന്താപേക്ഷിതം തന്നെയാണ്. ശരിയായിട്ട് ഉറങ്ങാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ശരീരത്തിലെ ത്രിദോഷങ്ങളെ, 3 ദോഷങ്ങളെയും, അതായത് വാതദോഷത്തെയും പിത്തദോഷത്തെയും കഫദോഷത്തെയും വർദ്ധിപ്പിക്കാനായിട്ട് ഇടയാകും. അതുകൊണ്ട് ശരീരത്തിൽ വാദം വർദ്ധിക്കുകയാണെങ്കിലാണ് നമ്മളിങ്ങനെ റെസ്റ്റ്ലെസ് ആവുന്നതും ഒരുപാട് സ്ട്രെസ്ഡ് ആവുന്നതും. ഇതൊക്കെ വാദം വർദ്ധിക്കുമ്പോൾ സംഭവിക്കുന്നത് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഉറക്കം നഷ്ടപ്പെടുന്നതും. ഇൻസോമിനിയ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോലും നയിക്കപ്പെട്ടേക്കാം നമുക്ക് ശരീരത്തിൽ വാദം അമിതമായിട്ട് വർദ്ധിക്കുന്നുണ്ടെങ്കിൽ. അതുപോലെ പിത്തദോഷം വർദ്ധിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം പ്രതിഫലിപ്പിക്കുന്ന ലക്ഷണങ്ങളാണ് വളരെയധികം റെസ്റ്റ്ലെസ് ആവുന്നു, ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നു, അതുപോലെ ഷോർട്ട് ടെമ്പർമെന്റ്, എളുപ്പം ദേഷ്യം വരുന്നു, പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുക. ഇതൊക്കെ പിത്തദോഷം വർദ്ധിക്കുന്നതിന്റെ ലക്ഷണങ്ങളാണ്. ഇനി കഫദോഷമാണ് വർദ്ധിക്കുന്നെങ്കിൽ ഭയങ്കരമായിട്ട് ഹെവിനെസ് അനുഭവപ്പെടുക, എപ്പോഴും ഒരു ക്ഷീണവും തളർച്ചയും മന്ദതയും ഡിപ്രഷനും ഒക്കെ ആയിട്ട് എപ്പോഴും ഒരിടത്ത് ഇരിക്കാനോ കിടക്കാനോ തോന്നുക, യാതൊരു ഉണർവും ഉന്മേഷവും ഇല്ലാത്ത അവസ്ഥ വരിക. ഇതാണ് കഫദോഷം വർദ്ധിക്കുമ്പോൾ ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ. നമുക്ക് മനസ്സിന്റെ ശാന്തത നിലനിർത്തുന്നതിനും സുഖമായിട്ട് ഉറക്കം കിട്ടുന്നതിനും തയ്യാറാക്കുന്നതായിട്ടുള്ള ഔഷധങ്ങളിലെ പ്രധാന ചേരുവകളാണ് അമുക്കുരം, ജടാമാഞ്ചി, ബ്രഹ്മി, തകര, തുളസി, അതുപോലെ തന്നെ ശംഖുപുഷ്പം. ശംഖുപുഷ്പത്തിന്റെ വേരൊക്കെ ഇൻസോമിനിയ രോഗം ചികിത്സിക്കുന്നതിനുള്ള ഔഷധങ്ങൾ തയ്യാറാക്കുമ്പോൾ ഉപയോഗിച്ചു വരുന്നുണ്ട്. എന്ന് വിചാരിച്ച് ഈ ഔഷധദ്രവ്യങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച് ദേഹപ്രകൃതിക്കും ദോഷാവസ്ഥകൾക്കും അനുസരിച്ച് വേണ്ടതായ ഔഷധങ്ങൾ തയ്യാറാക്കുന്നുണ്ട്. ഇത്തരം ഔഷധദ്രവ്യങ്ങൾ അതിൽ ഉപയോഗിച്ചു വരുന്നുണ്ടെന്ന് മാത്രം. ഈ ഔഷധദ്രവ്യങ്ങളെല്ലാം തന്നെ നമ്മുടെ മാനസിക നില ബാലൻസ് ചെയ്യുന്നതിന്, മാനസിക സന്തുലിതാവസ്ഥ നില
നിലനിർത്തുന്നതിന് സഹായകരമാണ്. മെമ്മറി പവറും ഓർമ്മശക്തിയും ഉണർവും ഉന്മേഷവും കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിന്, പഠിക്കുന്നതിന്, പഠിച്ച കാര്യങ്ങൾ റിക്കളക്ട് ചെയ്യുന്നതിന് ഇതിനൊക്കെ തന്നെ സഹായകരമായ റിസൾട്ട് ഉണ്ടാക്കുന്നതാണ് ഇത്തരം ഔഷധദ്രവ്യങ്ങൾ. അതിന്റെ കൂടെ തന്നെ നല്ല ഉറക്കം കിട്ടുന്നതിനും സഹായകരമാണ്. മാനസികാരോഗ്യം നിലനിർത്തുന്നതിന്, നല്ലൊരു ബാലൻസ്ഡ് മൈൻഡ് ഉണ്ടാകുന്നതിന്, അതുപോലെ തന്നെ നല്ല ഉറക്കം കിട്ടുന്നതിന് സഹായകരമായ ചില ഭക്ഷണ രീതികളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില സംഗതികളാണ്. നമ്മൾ കഴിക്കുന്നത് സാത്വിക ഭക്ഷണമാണെന്ന് ഉറപ്പുവരുത്തുക. അതായത് ധാരാളം പഴങ്ങളും പച്ചക്കറികളും വിത്തുകളും നട്ട്സ്, ഉദാഹരണത്തിന് ബദാം, ചിയ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, കടും പച്ച നിറത്തിലുള്ള ഇലക്കറികൾ, ധാരാളം പഴവർഗ്ഗങ്ങൾ, അതുപോലെ തന്നെ നെയ്യും പാലും ഇതെല്ലാം തന്നെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ധാന്യങ്ങളൊക്കെ തവിട് കളയാതെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഫ്രഷ്ലി പ്രിപ്പയർഡ്, ഫ്രഷ് ആയിട്ട് കുക്ക് ചെയ്ത ആഹാരങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ തയ്യാറാക്കിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. അപ്പാപ്പ തയ്യാറാക്കി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വളരെ കാലം ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ചു വെച്ച് തയ്യാറാക്കിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും നല്ലത്. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരം വളരെ വൃത്തിയുള്ളതായിരിക്കണം. നമ്മുടെ മനസ്സിനും ശരീരത്തിനും ആനന്ദവും സുഖവും സന്തോഷവും രുചിയും പ്രദാനം ചെയ്യുന്നതായിരിക്കണം. ഇക്കാര്യങ്ങൾ ഉറപ്പുവരുത്തുക. നമ്മുടെ ആരോഗ്യത്തിന് ദോഷകരമായ ഒരു സംഗതിയും നമ്മൾ കഴിക്കില്ല എന്ന് ഉറപ്പുവരുത്തണം എന്ന് ചുരുക്കം. ഇനി താമസിക ഗുണങ്ങളോടുകൂടിയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാവുന്ന തരത്തിലുള്ള എല്ലാ സംഗതികളും ഒഴിവാക്കുക. പുകയിലയും പുകവലിയും പാൻ ച്യൂയിങ്ങും മദ്യപാനവും അതുപോലെ തന്നെ പലതരത്തിലുള്ള കളറുകളും പ്രിസർവേറ്റീവുകളൊക്കെ ചേർത്ത് തയ്യാറാക്കുന്ന ജങ്ക് ഫുഡ്, ആർട്ടിഫിഷ്യൽ ഷുഗർ, പഴകിയ ഭക്ഷണം, പലതരത്തിലുള്ള ഓയിലി ഫ്രൈഡും എണ്ണയിലിട്ട് വറുത്ത സംഗതികൾ, ദഹിക്കാൻ പ്രയാസമുള്ള ഹെവി ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ, ഇതൊക്കെ തന്നെ താമസിക ഗുണങ്ങളോടുകൂടിയ ഭക്ഷണ സാധനങ്ങളാണ്. ഇതെല്ലാം തന്നെ ഒഴിവാക്കേണ്ടതാണ്. ഇനി രജോ ഗുണം വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ആഹാര സാധനങ്ങളും ലിമിറ്റ് ചെയ്യണം, നിയന്ത്രിക്കണം. അതായത് കഫിനേറ്റഡ് ഡ്രിങ്ക്, കാപ്പിയൊക്കെ അമിതമായിട്ട് കുടിക്കുന്നത്, ചായ അമിതമായിട്ട് കുടിക്കുന്നത്, കൂടുതൽ ഉപ്പും എരിവും പുളിയും എണ്ണയൊക്കെ ചേർത്ത് തയ്യാറാക്കുന്ന ആഹാര സാധനങ്ങൾ, ഇതെല്ലാം തന്നെ രാജസിക ഗുണങ്ങളുള്ളതാണ്. ശരീരത്തിൽ പിത്തദോഷം വർദ്ധിപ്പിക്കുന്നതാണ്. അതുവഴി ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ഷോർട്ട് ടെമ്പർമെന്റും മൂഡ് സ്വിങ്സും കൺഫ്യൂഷനും ദേഷ്യവും നമ്മുടെ പ്രവൃത്തികൾ നമ്മൾ തന്നെ കൈവിട്ടു പോകുന്നതിന് ഇടയാക്കുന്ന തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങളാണ് ഇത്തരം സംഗതികൾ. ഇതെല്ലാം പൂർണ്ണമായിട്ട് ഒഴിവാക്കിയില്ലെങ്കിലും പരമാവധി നിയന്ത്രിക്കുന്നതിന് ശ്രദ്ധിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതായിരിക്കും. ഇതൊക്കെ ഒഴിവാക്കിയിട്ടേ നിങ്ങൾ രാത്രി കിടക്കാൻ നേരത്ത് ഒരു ഗ്ലാസ് പാലിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും ഒരു 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ ശുദ്ധമായ മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു നുള്ള് ജാതിക്കയുടെ പൊടി, 1-2 നുള്ള് ചേർക്കാം. എന്നിട്ട് അത് തിളപ്പിച്ച് പാലളവാക്കി വറ്റിച്ച് അരിച്ചെടുത്തിട്ട് അതിൽ പിന്നെ മധുരമൊന്നും ചേർക്കണമെന്നില്ല. ഇത് രാത്രി ഡിന്നർ നേരത്തെ കഴിക്കുക. ഒരു 7 മണിക്ക് കഴിച്ച് അവിടുന്ന് ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ പാലും കുടിച്ച് കിടന്നുറങ്ങുകയാണെങ്കിൽ സുഖമായിട്ട് നിദ്ര കിട്ടുന്നതിന് സഹായകരമാണ്. ഈ മേൽപ്പറഞ്ഞ സംഗതികളെല്ലാം മനസ്സിലാക്കിയിരിക്കണം. അതെല്ലാം കഴിയുന്നതും ഫോളോ ചെയ്യാനും ശ്രമിക്കണം. എങ്കിൽ മാത്രമേ ഇതിനൊക്കെ ഫലം കിട്ടാനായിട്ട് സാധ്യതയുള്ളൂ. എന്നിരുന്നാലും ഇത് ശീലിച്ചു പോരുന്നത് ഉറക്കം കിട്ടുന്നതിനും ശാന്തമായ ഒരു മനസ്സ് സൂക്ഷിക്കുന്നതിനും സഹായകരമാകുന്നതാണ്. അതുപോലെ തന്നെ നല്ല മനസാന്നിധ്യം ഉണ്ടാകുന്നതിനും ഓർമ്മശക്തിയും കർമ്മകരണ ശക്തി, ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഒക്കെ പ്രോപ്പറായിട്ട് ചെയ്യുന്നതിന്, ഒരു ശാന്തമായ മനസ്സ് നിലനിർത്തുന്നതിന് സഹായകരമായ ചില ജീവിതചര്യകള് ചിട്ടകള് ഇവിടെ പറയാം. ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട സംഗതി, വളരെ നേരത്തെ കയറി കിടന്നുറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അതൊരു 9:30 മണിക്കോ 10 മണിക്കോ ഉള്ളിൽ കിടന്നുറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഒരു 5:30 മണിക്കും 6 മണിക്കും ഇടയ്ക്ക് ഉണരാനായിട്ടും ശ്രദ്ധിക്കുക. ഇത് നിത്യേന ശീലമാക്കിയാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കാര്യമായ മാറ്റം വരുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്ന മറ്റൊരു സംഗതിയാണ് നിത്യേനയുള്ള അഭ്യംഗം. അതിന് ശുദ്ധമായ നല്ലെണ്ണയായാലും മതി. ഇനി അതല്ലെങ്കിൽ ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ദേഹപ്രകൃതിക്കും ദോഷസ്ഥിതിക്കും അനുയോജ്യമായിട്ടുള്ള ഒരു തൈലയോഗം നിശ്ചയിച്ചിട്ട് അതൊരു ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഒരു ഇളം ചൂടോടെ, സഹിക്കാവുന്ന ചൂടോടെ ദേഹത്തൊട്ടാകെ തേച്ച് തലോടി ഒരു 1/2 മണിക്കൂർ ഇരുന്നിട്ട് ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുക. ഇതൊന്നുകിൽ രാവിലെ വെയിൽ ചൂടാവുന്നതിന് മുൻപുള്ള സമയത്ത്, അതല്ലെങ്കിൽ വൈകിട്ട് വെയിലാറി ഇരുട്ട് വീഴുന്നതിന് മുമ്പുള്ള സമയത്ത്. ഏറ്റവും വൈകിയിൽ ഉറക്കക്കുറവുള്ളവരൊക്കെ ആണെങ്കിൽ രാത്രി കാലങ്ങളിൽ വാദം വർദ്ധിച്ചിരിക്കുന്നുള്ളത് കൊണ്ട് വൈകിട്ട് നമുക്കൊരു 4 മണിക്കും 6:30ക്കും ഇടയ്ക്കുള്ള സമയത്ത് തേച്ച് തലോടി ഇരുന്ന് ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് വളരെയധികം മാറ്റം വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ശ്രമിച്ചു നോക്കാവുന്നതാണ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ മനസാന്നിധ്യം നിലനിർത്തുന്നതിന്, അതുപോലെ തന്നെ നമ്മുടെ മാനസിക സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനും നല്ല ഉറക്കം കിട്ടുന്നതിനും സഹായകരമായ സംഗതിയാണ് യോഗ, പ്രാണായാമ ആൻഡ് മെഡിറ്റേഷൻ. ഇത് കൃത്യമായിട്ട് പാലിച്ചാലേ സുഖനിദ്രത കിട്ടുന്നതിനും നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി നിലനിർത്തുന്നതിന്, രോഗങ്ങളെ അകറ്റി നിർത്തുന്നതിന്, അതുപോലെ തന്നെ ഈ സത്വ രജ തമോ ഗുണങ്ങളെ ബാലൻസ് ചെയ്യുന്നതിന്, വാദപിത്തകപദോഷങ്ങളെ ബാലൻസ് ചെയ്യുന്നതിന്, അതുവഴി രോഗാതുരതകളില്ലാതെ ശാന്തമായി സമാധാനമായിട്ട് ജീവിക്കുന്നതിനും സുഖനിദ്രത കിട്ടുന്നതിനും തീർച്ചയായിട്ടും സഹായകരമാണ്. ഇനി ഉറക്കം കിട്ടുന്നതിന്, മനസാന്നിധ്യം കൈവരിക്കുന്നതിന് സഹായകരമായ ചില പൊടിക്കൈകൾ, ഇതുകൊണ്ട് മാത്രം ശാശ്വത പരിഹാരം കിട്ടിക്കൊള്ളുന്നില്ല, നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. അതിനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ മഞ്ഞളും ജാതിക്കാച്ചോറും ചേർത്ത് പാല് തിളപ്പിച്ച് കുടിക്കാം. ഇനി അതല്ലെങ്കിൽ ബ്രഹ്മിയും അമുക്കുരും കൂടെ ചതച്ചിട്ട് പാൽ ചേർത്ത് തിളപ്പിച്ച്
അരിച്ചെടുത്തിട്ട് ഇത് രാത്രി കിടക്കാൻ നേരത്ത് ഉപയോഗിക്കാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് വീഡിയോന്റെ താഴെ ആമസോണിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഓൺലൈനായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അശ്വഗന്ധ ചൂർണം, ബ്രഹ്മി ചൂർണം ഒക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. നിങ്ങൾ ഈ കാപ്പിയും ചായയൊക്കെ കുടിക്കുന്നതിന് പകരം 1-2 ടീസ്പൂൺ അശ്വഗന്ധ ചൂർണം അതല്ലെങ്കിൽ ബ്രഹ്മി ചൂർണം ഒക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് ചായ കുടിക്കുന്ന പോലെ കാപ്പി കുടിക്കുന്ന പോലെ ആ സമയങ്ങളിൽ പതിവായിട്ട് കഴിക്കുന്നത് നന്നായിരിക്കും. മറ്റൊരു സംഗതി ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കിടക്കാനുള്ള സമയം ക്ലിപ്തപ്പെടുത്തുക. രാത്രിയിൽ കൃത്യമായിട്ട് ഒരേ സമയത്ത് കിടന്നുറങ്ങുന്നതിനും ഒരേ സമയത്ത് പതിവ് പോലെ ഉണരുന്നതിനും ശ്രദ്ധിക്കുക. അതുപോലെ ഉറക്കറ, കിടക്കാനുള്ള മുറി വളരെ വൃത്തിയുള്ളതാണെന്ന് ഉറപ്പുവരുത്തുക. എന്നിട്ട് കിടപ്പറയിൽ നിങ്ങൾക്ക് അല്പം ലാവൻഡർ ഓയിലോ ചന്ദന തൈലോ ഒക്കെ പുരട്ടാം. ആ സുഗന്ധപൂരിതമായ ഒരു അന്തരീക്ഷത്തിൽ എളുപ്പം ഉറങ്ങുന്നതിന് സഹായകരമാവും. ഇനി അതല്ലെങ്കിൽ അല്പം മുല്ലപ്പൂ ആയാലും നിങ്ങൾക്ക് പ്രയോഗിച്ചു നോക്കാവുന്നതാണ്. രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് ഒരു അരമണിക്കൂർ മുൻപ് കുറച്ച് ഡ്രോപ്സ് നല്ലെണ്ണ എടുത്തിട്ട് പാദത്തിന്റെ അടിയിൽ പുരട്ടി തലോടുക, ചെറുതായിട്ടൊന്ന് അഭ്യംഗം ചെയ്യുക. ഇതൊക്കെ ഉറക്കം കിട്ടുന്നതിന് സഹായകരമാണെന്നാണ്. അതുപോലെ തന്നെ വേണമെങ്കിൽ ഈ മ്യൂസിക് ഫോർ മെഡിറ്റേഷൻ, വളരെ റിലാക്സിങ് കാമിംഗ് ആയിട്ടുള്ള മ്യൂസിക് കേട്ട് ഉറങ്ങുന്നതും സഹായകരമാണെന്നാണ്. അതിനു പകരം നിങ്ങളുടെ ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ആങ്സൈറ്റിയും ഒക്കെ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ന്യൂസുകളും അത്തരം പരിപാടികളൊക്കെ കണ്ടും കേട്ടും സമയം ചെലവഴിക്കുന്നത് സുഖനിദ്രയ്ക്ക് പകരം നമ്മുടെ ഉറക്കത്തിന്റെ ക്വാളിറ്റി കുറയ്ക്കുകയാണ് ചെയ്യുക. TV, കമ്പ്യൂട്ടർ, മൊബൈലൊക്കെ ഉറങ്ങുന്നതിന് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ മുമ്പ് ഒഴിവാക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഡീപ്പ് സ്ലീപ്പ് കിട്ടുള്ളൂ. നിങ്ങൾ കിടക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ നിങ്ങൾക്ക് സുഖനിദ്ര, ഒരു ഡീപ്പ് സ്ലീപ്പ് കിട്ടണമെങ്കിൽ ഇത്തരം റേഡിയേഷനൊക്കെ, സ്ക്രീൻ ടൈം ഒക്കെ നമ്മൾ ഉറങ്ങുന്നതിനും 1 മണിക്കൂർ മുമ്പെങ്കിലും ഒഴിവാക്കുന്നത് വളരെയധികം ഉചിതമായിരിക്കും. ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഡോക്ടർ സേവ്യർ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ആദ്യം ആയുർവേദം.